പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ജോൺ അപ്പോസ്തലൻ വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടുന്നു. ചെന്നായി വന്ന് അവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരു ഇടയനുമാകും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല. പണ്ടൊക്കെ നമുക്ക് പലരുടെയും അവരുടെ സ്ഥാനം നോക്കി ആ സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ അത്രയും യോഗ്യതയുള്ള ആളെ ആ സ്ഥാനത്ത് വരികയുള്ളൂ എന്നൊക്കെ കരുതി നമുക്ക് ഒരാളൊരു പദവിയിലെത്തുകയാണെങ്കിൽ, ഒരു ബിഷപ്പോ ഒരു ഇടവക വൈദികനോ ഒരു കൈക്കാരനോ ഒരു ഹെഡ് മാസ്റ്ററോ ഒക്കെ ആവുകയാണെങ്കിൽ ഒരു മിനിമം യോഗ്യത അവരിൽ നമുക്ക് അത് അനുമാനിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്ത് നമുക്ക് എല്ലാത്തിനും സംഘടനകളാണ്, എല്ലാത്തിലും പൊളിറ്റിക്സ് ആണ്. ഇപ്പം ഞങ്ങളുടെ ഇടവകയിലൊക്കെ ഇപ്പം അടുത്ത ഒരു യൂണിറ്റ് ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കലും പിന്നെ പള്ളി കമ്മിറ്റി പരിപാടികളൊക്കെ ആയിരുന്നു. യൂണിറ്റ് തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് വരെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ചുവയാണുള്ളത്. അത് ഫോണിൽ വിളിച്ച് ക്യാൻവസ് ചെയ്യലും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റേ ആൾക്ക് വോട്ട് ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞ് കംപ്ലീറ്റ് വിഭാഗിതയാണ്. ഒരു രാഷ്ട്രീയ ചിന്താഗതി നമ്മുടെ സഭയെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. ഒരാൾ അയാളുടെ പൊസിഷൻ എന്തു തന്നെ ആയിരുന്നാലും പറയുന്നത് ക്രിസ്തുവിന് നിരക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാവൂ. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ മറ്റ് എല്ലാവരിലും ചെറിയവനാകണം. എന്നിട്ട് മറ്റുള്ളവരുടെ കാല് കഴുകി മുത്തിയാണ് കർത്താവ് നമുക്ക് മാതൃകയായിട്ടുള്ളത്.
ഈ ഒരു ലൈനിൽ പോകുന്ന ആൾക്കാർ പറയുന്നത്, ഈ ഒരു ലൈനിലുള്ള ചിന്താഗതികൾ മാത്രമേ ക്രിസ്തുവിൻ്റേതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം മാനുഷികമായ ചിന്താഗതികളാണ്. നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. മെത്രാനായാലും വികാരിയായാലും സഹവികാരിയായാലും കൈക്കാരനായാലും പിന്നെന്താ വേറൊന്ന് പൊസിഷനൊക്കെ ഉണ്ട്, ഹെഡ് മാസ്റ്റർ, എന്ത് പറഞ്ഞു, ഒരു അധ്യാപകനായാലും ഒരു വചന പ്രഘോഷകനായാലും ഇവരെന്ത് പറഞ്ഞാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസി ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും അത് വചനാധിഷ്ഠിതമാണോ എന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലെങ്കിൽ യഥാർത്ഥ ഇടയനു പകരം കൂലിക്കാരനെ ആയിരിക്കും നമ്മൾ സേവിക്കുന്നത്. കൂലിക്ക് വന്നത് അവർക്ക് ഈ ഇടവക ജനത്തിനെ ഒന്നും അല്ലെങ്കിൽ ക്രിസ്തു അനുയായികളെ ഒന്നും അവർക്കൊന്നും വലിയ വിലയൊന്നുമില്ല. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അവർ കൈ കഴുകി അവർ തടി തപ്പും. പക്ഷേ ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ക്രിസ്തു അനുയായികളെ സ്നേഹിക്കുന്നവരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുമൊക്കെ ആയിരിക്കാം. അപ്പം ആരൊക്കെ വിഘടനവാദവുമായി വരുന്നുവോ അവർ സാത്താൻ്റെതാണ്. ആരൊക്കെ ഒരു ഒരുമിപ്പിക്കൽ, ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടെ കരുണയോടെ ജനങ്ങളുടെ കണ്ണീരൊപ്പി സത്പ്രവൃത്തികൾ ചെയ്ത് അവരെ ഒരുമിപ്പിക്കുന്നുവോ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിപ്പിക്കുന്നുവോ, അവർ ക്രിസ്തുവിൻ്റേതാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആക്ഷനും ഓരോ ചുവടുവയ്പും ജാഗ്രതയോടെ ക്രിസ്തുവിന് നിരക്കുന്ന പ്രവൃത്തിയാണോ, ആര് പറഞ്ഞതുമായിക്കോട്ടെ, ഒരു ഇവാലുവേഷൻ, ബൈബ്ലിക്കലായിട്ടുള്ള ഒരു ഇവാലുവേഷൻ, ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു, ക്രിസ്തു എപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു വേണം നമ്മുടെ ഓരോ ചുവടുവെപ്പും. അപ്പോൾ യഥാർത്ഥ ഇടയനെയും വ്യാജ ഇടയനെയും തിരിച്ചറിയുവാനുള്ള കഴിവിനായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നമുക്ക് സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി ക്രിസ്തീയതയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബുദ്ധിയും വിവേകവും അനുസരണവും സ്നേഹവും കരുണയും വിശുദ്ധിയും എല്ലാം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.